എങ്ങനെയാണ് ഈ ഒരു വലിയ നേട്ടത്തിന്റെ നിറവിൽ നിൽക്കുകയാണ് കേരളം ആ ഒരു നേട്ടത്തെ നോക്കിക്കാണുന്നത്, അതിന്റെ ഒരു യാത്രയെ നോക്കിക്കാണുന്നത്? കേരളത്തിന്റെ വികാസത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. 1957 ഇന്ത്യയിൽ ആദ്യമായി ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ബാലറ്റിലൂടെ അധികാരത്തിൽ വരികയാണ്. 59 കർഷക ബന്ധ നിയമം പാസാക്കി. ആ നിയമമാണ് ആ ഗവൺമെന്റിനെ പിരിച്ചുവിടുന്ന സമരത്തിന് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന നിലയിലേക്ക് വന്നത്. കേന്ദ്രത്തിൽ കോൺഗ്രസ് ഗവൺമെന്റാണ്. ആ ഗവൺമെന്റ് EMS ഗവൺമെന്റിനെ പിരിച്ചുവിട്ടു. EMS ഗവൺമെന്റിനെ പിരിച്ചുവിട്ടു എന്ന് മാത്രമല്ല, 59 കർഷക ബന്ധ നിയമത്തിൽ കൃഷിക്കാരനും കർഷക തൊഴിലാളികൾക്കും സംരക്ഷണം നൽകുന്ന വ്യവസ്ഥകളെല്ലാം പിന്നീടുള്ള ഒരു 10 വർഷക്കാലം അവർ തകർത്തു കളഞ്ഞു. അങ്ങനെയാണ് 69 വീണ്ടും EMS ഗവൺമെന്റ് ഭൂപരിഷ്കരണ ഭേദഗതി നിയമം കൊണ്ടുവരാനിടയായത്. ഈ ഭൂനിയമങ്ങൾ, കർഷക ബന്ധ നിയമവും ഭൂപരിഷ്കരണ ഭേദഗതി നിയമവും കേരളത്തിലെ ഭൂബന്ധങ്ങളിൽ വലിയ തോതിൽ മാറ്റങ്ങൾ വരുത്തിയതാണ്. അതാണ് ജനങ്ങളുടെ ജീവിതത്തിന്റെ വികാസത്തിന്റെ അടിത്തറ ഈ മേഖലയിൽ നിന്നാണ് തുടങ്ങുന്നത്. പിന്നീട് പെൻഷൻ വന്നു, ക്ഷേമ പദ്ധതികൾ വന്നു. വലിയ നേട്ടത്തിലേക്ക് ജനങ്ങളെ ഉയർത്താൻ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റുകൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2021 വീണ്ടും പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ആ ഗവൺമെന്റ് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനമാണ് അതിദാരിദ്ര്യം കേരളത്തിൽ നിന്ന് തുടച്ചു നിൽക്കുമെന്നുള്ളത്. അങ്ങനെ വന്നപ്പോൾ ഗവൺമെന്റ് തലത്തിൽ ഒരു പരിശോധന നടത്തിയപ്പോൾ 64,006 കുടുംബങ്ങൾ അതിദാരിദ്ര്യം അനുഭവിക്കുന്നവരാണെന്ന് കണ്ടെത്തി. അതിദാരിദ്ര്യത്തിന്റെ ഓരോ ഘടകവും പരിശോധിച്ച് അതിന് പരിഹാരമുണ്ടാക്കിയിട്ടാണ് കഴിഞ്ഞ 4 വർഷക്കാലം നടത്തിയ ശ്രമത്തിന്റെ ഭാഗമായിട്ട് അതിന് പരിഹാരമുണ്ടാക്കി. അതിന്റെ അവസാനത്തെ പ്രഖ്യാപനമാണ് ഇന്ന് കേരളപ്പിറവി ദിനമായിട്ടുള്ള നവംബർ 1 നടക്കുന്നത്. ഇത് ജനങ്ങളുടെ നേട്ടമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിൽ ജനങ്ങൾ അർപ്പിച്ചിട്ടുള്ള വിശ്വാസമാണ് ഈ നേട്ടം കൈവരിക്കുന്നിടത്തിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ എതിരാകുന്നു എന്നുള്ള വെപ്രാളമാണ് UDF-നുള്ളത്. അവർ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ട അധികാരം തിരിച്ചു പിടിക്കുക എന്നുള്ളതല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന് പറയാൻ അവർക്കിപ്പോഴും കഴിയുന്നില്ലല്ലോ. അവരിത് പല രീതിയിലും തെറ്റായി വ്യാഖ്യാനിച്ച് ജനങ്ങളെ തെറ്റായ വഴിയിലേക്ക് തിരിച്ചുവിടാനാണ് ശ്രമിക്കുന്നത്. അനുഭവമുള്ള ജനങ്ങൾ, ഈ കാര്യങ്ങളിലെല്ലാം ബോധ്യമുള്ള ജനങ്ങൾ ശരിയായ നിലപാടെടുക്കുമെന്നുള്ള കാര്യം തർക്കമില്ല. ഈ നേട്ടങ്ങളെല്ലാം എത്തിക്കുന്നത് കേരളത്തെ വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കൈകളിൽ ഏൽപ്പിക്കുക എന്ന ജനങ്ങളുടെ വിശ്വാസം അരക്കിട്ടുറപ്പിക്കുക എന്ന നിലയിലേക്കാണ് ഈ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ നവംബർ 1 എന്ന് പറയുന്നത് കേരളപ്പിറവി ദിനമായ ഈ നവംബർ 1 എന്നുള്ളത് ഒരു ചരിത്ര മുഹൂർത്തമായിട്ട് മാറുകയാണ്. ലോകത്തിന്റെ തന്നെ ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ കേരളമാണ് ഈ വേറിട്ട നിലപാടെടുക്കുന്ന ആദ്യത്തെ സംസ്ഥാനം. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഗവൺമെന്റിന് ഭരണ തുടർച്ച ലഭിക്കും. ശേഷിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും, ദാരിദ്ര്യം പൂർണ്ണമായും പരിഹരിക്കണമല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ദാരിദ്ര്യം പൂർണ്ണമായി അവസാനിപ്പിക്കത്തക്ക നിലയിൽ ഓരോ കുടുംബത്തിനും വരുമാനം ഉറപ്പിക്കത്തക്ക നിലയിലുള്ള സമീപനത്തിലേക്ക് പോകാൻ കഴിയും. അതാണ് ഈ നേട്ടത്തിന്റെ പ്രത്യേകത.